എങ്കിലും ഇത്രയുമായില്ലേ? ഇനി വളരെ കുറച്ചു നാളും കൂടി ഈ ജാൻവിയുടെ പ്രണയത്തിനായി കാത്തിരിക്കാരവേട്ട. പക്ഷേ കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനെയും അമ്മയും അറിഞ്ഞും ഞങ്ങളുടെ സ്നേഹവും അറിഞ്ഞു തന്നെ ജീവിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. അതിനുശേഷം ഞാൻ എൻ്റെ പ്രണയവും ആരവേട്ടനെ ലഭിക്കാതെ പോയ ഒരമ്മയുടെ വാത്സല്യവും പകർന്നു തരും, ഒരു തടസ്സവും ഇല്ലാതെ. പക്ഷേ അതിനു മുൻപ് ഒരു ചിന്ന പ്രതികാരം. അതും മനസ്സിൽ വിചാരിച്ച് ജാൻവിയുടെ ചുണ്ടിൽ ഇന്നുവരെ കാണാത്തൊരു കുസൃതി ചിരി വിരിഞ്ഞത് അജീഷും അനുവും ശ്രദ്ധിച്ചു. ഡ സിദ്ധു, വണ്ടി എടുക്ക്, നമുക്കിപ്പോൾ തന്നെ പോവാം. എങ്ങോട്ട് പോകുന്ന കാര്യം ഈ പറയുന്നത്? അതും ഈ പാതിരാത്രിയിൽ? ഇടാ, എനിക്കെൻ്റെ ജാൻവിയെയും കുഞ്ഞിനെയും കാണണം. നിനക്ക് വൈകി നീ വരണ്ട, ഞാൻ പൊക്കോളാം, എൻ്റെ മോളെയും കൂട്ടി. എല്ലാം ഉപേക്ഷിച്ച് നാടുവിടാൻ ഇരുന്നവനാ അവനിപ്പോൾ അവൻ്റെ കൊച്ചിനെയും തള്ളയും കാണണമെന്ന്. അത് ഈ പാതിരാത്രി. പോയി കിടന്നുറങ്ങടാ. ആ പെണ്ണിനെ പിന്നെയും ഓരോന്ന് പറഞ്ഞ് കുത്തി നോച്ചിപ്പിച്ചിട്ട് അവൻ്റെ... സിദ്ധാർത്ഥ് ബാക്കി പറയുന്നതിന് മുൻപേ ആരവിൻ്റെ ശബ്ദം ഉയർന്നു. പക്ഷെ അത് വിഷമത്തോടെയുള്ള വിളിയായിരുന്നു. സിദ്ധു, വേണ്ടടാ, ഇനി അതൊന്നും പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിക്കല്ലേ. തെറ്റു മുഴുവൻ എൻ്റെ ഭാഗത്താണ്. അതിന് അവൾ എന്ത് ശിക്ഷ തന്നാലും ഞാൻ ഏറ്റെടുക്കും. അവൾ അത് കഴിഞ്ഞ് എന്നെ സ്നേഹിച്ചാൽ മതി, പഴയതുപോലെ. സിദ്ധു, എനിക്കിപ്പോൾ തന്നെ അവരെ കാണണം. എനിക്കിപ്പോൾ കാണാതിരുന്ന ശ്വാസം മുട്ടുന്ന പോലെ. ആരവ് ഇടർച്ചയോടെ പറഞ്ഞു. നാളെ രാവിലെ പോകാം, ഇന്ന് ഒരു രാത്രി ക്ഷമിക്കടാ. നീങ്ങി വാ. അപ്പോൾ ഇപ്പോൾ അപ്പുവിനെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ നോക്ക്. അതും പറഞ്ഞ് സിദ്ധു ആരവിനെയും കൂട്ടി അകത്തേക്ക് പോയി. മനസ്സില്ലാ മനസ്സോടെ ആരവ് സിദ്ധുവിൻ്റെ കൂടെ വീടിനകത്തേക്ക് കയറി. എടാ, പതുക്കെ പോടാ. അവൻ്റെ ഒരു ധൃതി ആര് കേൾക്കാൻ. ആരവ് അതേ സ്പീഡിൽ മുൻപോട്ട് പോവുകയാണ്. രാവിലെ തന്നെ തൻ്റെ മോനെയും ജാൻവിയെയും കാണണമെന്ന് വാശി പിടിച്ചിറങ്ങിയതാണ് ആരവ്, അപ്പൂസിനെയും സിദ്ധുവിനെയും കൊണ്ട്. പപ്പ, എന്താടാ വാവച്ചി, പറ. ആരവ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥിൻ്റെ മടിയിലിരിക്കുന്ന അപ്പൂസിനെ നോക്കി പറഞ്ഞു. പപ്പ, മോളെ സ്കൂളിൽ കൊണ്ടുപോവോ? അപ്പോൾ സ്കൂളിൽ പോയാൽ മതിയോ? മോളുടെ അമ്മയെ കണ്ടേ മോക്ക്? അത് കേട്ടപ്പോഴേ അപ്പുവിൻ്റെ കണ്ണുകൾ വിടുന്നതും ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് അമ്മേനെ കാണാൻ പോവാണല്ലോ മോള് എന്നും പറഞ്ഞുകൊണ്ട് അപ്പു കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. രാവിലെ തന്നെ സിദ്ധു വിളിച്ച് വിവരം പറഞ്ഞതുകൊണ്ട് അജീഷ് രാവിലെ തന്നെ ജാൻവി താമസിക്കുന്ന വീട്ടിൽ ഹാജരായിരുന്നു. വണ്ടി നിർത്തിയതും അപ്പൂസ് ആരവിൻ്റെ മടിയിൽ നിന്നും ചാടിയിറങ്ങി. ആരവ് അപ്പൂസിനെ എടുത്തു. അവൾ ചുറ്റിനും നോക്കിയിട്ട് ആരവിനെ നോക്കി പറഞ്ഞു. ഇജ് ഇന്നലെ വന്ന ടീച്ചറെ കാണാന് എന്ന് കൊഞ്ചി ചോദിക്കുന്ന അപ്പൂസിനെ നോക്കി ആരവ് പറഞ്ഞു. അപ്പൂസേ, അത് മോളൂസിന്റെ ടീച്ചർ മാത്രമല്ല കേട്ടോ, അതാ വാവയുടെ അമ്മ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജാൻവിയും അജീഷും അനുവും വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. ജാൻവിയെ കണ്ടതും അപ്പൂസ് പഴയ ഓർമ്മയ്ക്ക് ടീച്ചറേ എന്ന് വിളിച്ച് അവളുടെ അടുക്കൽ പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് ആരവിനെ നോക്കി ചിരിച്ചുകൊണ്ടവൾ അമ്മ എന്ന് വിളിച്ചു. അത് കേട്ട് അവളുടെ അടുത്ത് ജാൻവി പാഞ്ഞു. ജാൻവി ഓടിപ്പോയി അവളുടെ കുഞ്ഞിപ്പെണ്ണിനെ ആരവിൻ്റെ കയ്യിൽ നിന്നും വാരിയെടുത്തു. കുഞ്ഞിപ്പെണ്ണിനെ ചേർത്ത് പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടി അവൾ. ചുറ്റിനുമുള്ളതൊന്നും ജാൻവി കണ്ടില്ല. അവളുടെ ലോകത്തപ്പോൾ അവളും തൻ്റെ കുഞ്ഞിപ്പെണ്ണും മാത്രം. ആ കാഴ്ച ചുറ്റിനുമുള്ള എല്ലാവരുടെയും കണ്ണു നിറച്ചെങ്കിൽ ആരവിന് അതോടൊപ്പം താൻ ഇത്രയും കാലം തൻ്റെ കുഞ്ഞിനൊരമ്മയുടെ സ്നേഹം നിഷേധിച്ചതിന് കുറ്റബോധം കൂടി തോന്നി. അവൻ ജാൻവിയെ തന്നെ ഉറ്റുനോക്കി. അവൾ തന്നെ ഒന്ന് നോക്കുന്നത് പോലുമില്ല എന്ന ചിന്ത അവനെ വിഷമത്തിലാഴ്ത്തി. അവൻ അവിടെയെല്ലാം ഒരാളെ തിരിഞ്ഞുകൊണ്ടിരുന്നു. താൻ തിരയുന്നയാളെ കാണാതെ നിരാശയിൽ നിൽക്കുന്ന ആരവിൻ്റെ അടുക്കലേക്ക് അജീഷ് അദ്രുവിനെയും എടുത്തുകൊണ്ടുവന്നു. അദ്രുവിനെ കണ്ട സന്തോഷത്തിൽ ആരവ് അവന് നേരെ കൈനീട്ടി. അജീഷിനെ ഒന്ന് നോക്കിയിട്ട് അയാൾ പോകാൻ പറഞ്ഞത് കണ്ട് അദ്രു ആരവിൻ്റെ കൈകളിൽ ചെന്നു. സിദ്ധാർത്ഥ് അദ്രുവിനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. താൻ കുഞ്ഞിലെ കണ്ട ആരവിൻ്റെ അതേ രൂപം തന്നെ. അവൻ അദ്രുവിൻ്റെ അടുത്ത് ചെന്ന് അദ്രുവിനെ നോക്കി ചോദിച്ചു, നിങ്ങളെ മനസ്സിലായോ? അത് കേട്ടുകൊണ്ട് അദ്രു സിദ്ധുവിനോട് പറഞ്ഞു, ഈ അങ്കിളിനെ എനിക്കറിയാം, അപ്പുഷിൻ്റെ അച്ഛനല്ലേ? അദ്രുവിൻ്റെ ആ വാക്കുകൾ ആരവിനെ വേദനിപ്പിച്ചു. തൻ്റെ മകൻ തന്നെ അങ്കിൾ എന്ന് വിളിച്ചിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ അവസ്ഥ എല്ലാവരെയും വേദനിപ്പിച്ചു. സ്വന്തം കുഞ്ഞ് അവനെ അങ്ങനെ വിളിച്ചത് ജാൻവിയെയും വേദനിപ്പിച്ചു. സാഹചര്യമാണെങ്കിലും തൻ്റെ കുഞ്ഞിന് സ്വന്തം പിതാവിനെ മനസ്സിലാകാത്തത് താൻ കാരണമാണ്. താനാണ് തൻ്റെ കുഞ്ഞിന് പിതൃവാത്സല്യം നിഷേധിച്ചത് എന്ന ചിന്ത ജാൻവിയെയും ചുട്ടുപൊള്ളിച്ചു. ജാൻവി അപ്പൂസിനെയും കൊണ്ട് ആരവിനടുത്ത് വന്ന് അദ്രുവിനെ വിളിച്ചു. കണ്ണ, മോനെ. കണ്ണൻ ജാൻവിക്ക് നേരെ നോട്ടം പായിച്ചു. ആരവിനെ നോക്കി ജാൻവി തൻ്റെ കണ്ണനോട് പറഞ്ഞു, മോനെ,
ഇത് ഈ നിൽക്കുന്നതാണ് മോൻ്റെ അച്ഛൻ. ഇത് അപ്പൂസിൻ്റെ മാത്രമല്ല കണ്ണ, മോൻ്റെയും അച്ഛൻ ഇതാണ്. അത് കേട്ട് അദ്രുത് ആരവിനെ നോക്കി. സത്യം എന്ന് ചോദിച്ചു. അത് കേട്ട് ആരവ് അദ്രുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. സത്യമെന്ന് പറഞ്ഞു. ഒപ്പം അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആരവിനെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ആ കുഞ്ഞും ഇന്നുവരെ അന്യമായ അവനെ സ്നേഹ ചുംബനങ്ങൾ കൊണ്ട് മൂടി. പപ്പ എന്നുള്ള അവന്റെ വിളിയിൽ ആരവിന്റെ വേദനയെല്ലാം എവിടോ പോയി മറഞ്ഞതുപോലെ അവന് തോന്നി. ആരവ് പിന്നെയും അദ്രുവിനെ വാരിപ്പുണർന്നു. ആരവ് അദ്രുവിനെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും ഒന്നും ജാൻവിയുടെ കയ്യിലിരുന്ന അപ്പൂസിന് ഇഷ്ടപ്പെട്ടില്ല. അവൾ എത്തി വലിഞ്ഞ് ആരവിനെ പിടിക്കാൻ പോയപ്പോൾ അവിടെ വിഷമിച്ചു നിന്ന എല്ലാവരും അപ്പൂസിന്റെ കുശുമ്പ് കണ്ട് ചിരിച്ചു. ആരവ് അപ്പൂസിനെ ഒരു കൈകൊണ്ട് ജാൻവിയുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് പറഞ്ഞു, "ഡി കുശുമ്പിപ്പെണ്ണേ, ദേ ഈ നിൽക്കുന്ന കണ്ണനും എന്റെ മോനാ. നിന്നെപ്പോലെ ഇവനും എന്റെ വാവയാ. ദേ ഇത് നിന്റെ അനിയനാട്ടോ വാവേ." അത് കേട്ടപ്പോൾ അപ്പൂസിന്റെ കണ്ണുകൾ വിടർന്നു. "എന്റെ അനിയനോ? സത്യം?" അപ്പൂസിന്റെ ആ ചോദ്യത്തിന് ജാൻവി അവളെ ഒന്നുകൂടി ആരവിൽ നിന്ന് സ്വന്തം കൈക്കുള്ളിലാക്കിയിട്ട് പറഞ്ഞു, "അജയല്ലോ വാവാച്ചി, ഇത് അപ്പൂസിന്റെ അനിയനാണ് കേട്ടോ." അത് കേട്ടപ്പോ പെണ്ണ് ആഞ്ഞിച്ചെന്ന് ആരവിന്റെ കയ്യിലിരിക്കുന്ന അദ്രുവിന്റെ കവളിൽ പിടിക്കാനായി പോയി. ആരവും ജാൻവിയും അവരുടെ കൈക്കുള്ളിലിരിക്കുന്ന അവരുടെ മക്കളെ താഴെ ഇറക്കി. അവർ രണ്ടുപേരും തന്റെ സഹോദരങ്ങളുമായി കളിക്കാൻ വെമ്പി നിന്ന പോലെ കയ്യിൽ പിടിച്ച് ഇരുവരും അവർക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ എന്തൊക്കെയോ പതുക്കെ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. കൂട്ടുകെട്ട് ചെറിയ തോതിലുണ്ടായിരുന്നെങ്കിലും സ്വന്തം സാഹോദര്യമാണെന്നറിഞ്ഞ അപ്പൂസിന്റെയും അദ്രുവിന്റെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആ കാഴ്ച ആരവിനെയും ജാൻവിയെയും സന്തോഷിപ്പിച്ചു. "ആഹാ, എല്ലാരും വന്ന കാലത്തിന് നിൽക്കാതെ അകത്ത് കയറിയിരിക്കെ, ബാക്കി സന്തോഷ പ്രകടനങ്ങളെല്ലാം അകത്ത് കയറിയിട്ട്." അതും പറഞ്ഞ് അജീഷ് ആരവിനെയും സിദ്ധുവിനെയും അകത്തേക്ക് ക്ഷണിച്ചു. ആ സമയം ഒന്നും തന്നെ ജാൻവി തന്നെ നോക്കുന്നില്ല എന്നത് ആരവിനെ വിഷമിപ്പിച്ചു. അത് മനസ്സിലാക്കി എന്നോണം അജീഷ് ആരവിന്റെ തോളിൽ കൈയിട്ടു. "അളിയോ വാ, അകത്ത് കയറിട്ട് ബാക്കി നോക്കാം" എന്ന് പറഞ്ഞു. അത് കേട്ട് ആരവൊരു ചമ്മിയ ചിരി അജീഷിന് നൽകി അവന്റെ കൂടെ അകത്തേക്ക് നടന്നു. എന്നാൽ ജാൻവി തന്റെ നോട്ടത്തിനായി പ്രതീക്ഷിച്ചിരുന്ന ആരവിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അതെ, ആ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയമാണ് എന്നതോർത്ത് ജാൻവിയുടെ ചുണ്ടിൽ ചെറിയ ചിരി വിരിഞ്ഞു. എന്നാൽ അവളുടെ മനസ്സിൽ എന്താണെന്നറിയാൻ അകത്ത് കയറാതെ നോക്കി നിന്ന സിദ്ധു ഇത് കണ്ടു. അവൻ തന്റെ കൂട്ടുകാരൻ ഇനി വേദനിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ച് പോലെ ജാൻവിക്ക് ആരവിനോട് ദേഷ്യമൊന്നുമില്ല എന്നും മനസ്സിലായി. അതവനിൽ സന്തോഷം നിറച്ചു. സിദ്ധു അകത്ത് കയറാതെ നിൽക്കുന്ന ജാൻവിയെ നോക്കി അവളുടെ മുൻപിൽ വന്നു നിന്ന് അവളെ വിളിച്ചു. "ജാൻവി, എന്നെ മോക്ക് പരിചയം കാണില്ല. ഞാൻ ആരവിന്റെ സുഹൃത്താണ്. എന്നെ താനൊരു സഹോദരനായി കണ്ടാൽ മതി." സിദ്ധാർത്ഥ് പറഞ്ഞു തരുന്ന മുൻപേ ജാൻവി അവന് നേരെ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു, "എന്നോട് എല്ലാം അജീഷേട്ടൻ പറഞ്ഞു. അപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ അജീഷേട്ടൻ്റെ സ്ഥാനം തന്നെയാ സിദ്ധുവേട്ടനും. എനിക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ കണ്ടീഷൻസ് ഒക്കെ അറിഞ്ഞ് കൂട്ടുകാരനുമായിട്ട് അടിവെച്ചതുമെല്ലാം ഞാൻ അജീഷേട്ടൻ പറഞ്ഞറിഞ്ഞുമല്ല. മോളെ, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്." അവൻ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് മുഴുവനാക്കും മുൻപേ ജാൻവി പറഞ്ഞു, "ഏട്ടാ, എനിക്കറിയാം എന്താ ഏട്ടൻ പറയാൻ പോകുന്നതെന്ന്. ഏട്ടാ, എനിക്ക് ആരവേട്ടനോട് ദേഷ്യമൊന്നുമില്ല. പഴയതിലും കൂടുതൽ ഇഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളു നിറയെ സ്നേഹവും വെച്ച് എന്നെ ഇത്രയും കാലം വിഷമിപ്പിച്ചതല്ലേ, അതിൻ്റെ ഒരു ചെറിയ പ്രതികാരം ഞാൻ വീട്ടണ്ടേ?" അവളുടെ പറച്ചിൽ കേട്ട് സിദ്ധു ഒന്ന് ചിരിച്ചുപോയി. "എടി കാന്താരി, നീ ആള് കൊള്ളാലോ. എൻ്റെ ചെക്കനിട്ട് വട്ട് കളിപ്പിക്കാനാ? എന്തായാലും നിനക്ക് ഫുൾ സപ്പോർട്ടുമായി ഈ ചേട്ടനുണ്ട് എന്ന് വെച്ച് അധികം നീട്ടിക്കൊണ്ടു പോവല്ലേ." അജീഷും അനുവുമായി എല്ലാം ആരവും സിദ്ധുവും വേഗം തന്നെ അടുത്തു. അവർ ഉച്ചയ്ക്ക് അവിടെ നിന്നും കഴിച്ച് ജാൻവിയും അദ്രുവിനെയും കൂട്ടി ആരവും സിദ്ധാർത്ഥും അപ്പൂസും ആരവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. വണ്ടിയിലേക്ക് കയറുന്നതിന് മുൻപ് അജീഷ് ആരവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, "എൻ്റെ പെങ്ങളെ ഇനി അളിയൻ വിഷമിപ്പിക്കരുത്. പഴയതുപോലെയല്ല, ഇപ്പൊ അവൾക്ക് ചോദിക്കാനും പറയാൻ ഒരു ആങ്ങളുണ്ട് കേട്ടോ. പറഞ്ഞേക്കാം" എന്നൽപ്പം കളിയായും അല്പം കാര്യമായും പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു, "ഒന്നല്ല, 2 ആങ്ങളമാരാണ് എൻ്റെ പെങ്ങളുട്ടിക്കുള്ളത്." അത് കേട്ട് ആരവ് പരിഭവത്തോടെ പറഞ്ഞു, "ഞാൻ എന്താ പുറമ്പാക്കോ? എനിക്കാരും ഇല്ലേ?" അത് കേട്ട് അജീഷ് പറഞ്ഞു, "അളിയനല്ലേ ദേ നിൽക്കുന്ന 2 കുട്ടീസ് ഉള്ളത്." അങ്ങനെ അവർ യാത്ര പറഞ്ഞ് ആരവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. എല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷമുണ്ടെങ്കിലും ജാൻവി തന്നോട് മിണ്ടാത്തതും തന്നെ നോക്കാത്തതും ആരവിനെ വിഷമിപ്പിച്ചു. വീട്ടിലെത്തിയിട്ടും ജാൻവി മക്കളുടെ പിറകെയല്ലാതെ ആരവിനെ ഒരു നോട്ടം കൊണ്ടുപോലും കടാക്ഷിച്ചിട്ടില്ല. ആരവ് ജാൻവിയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. പെണ്ണ് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു.
3 വർഷം മുൻപുള്ള ആ പൊട്ടിപ്പെണ്ണിൽ നിന്നും ഇന്നവൾ വളരെ പക്വമതിയായിരിക്കുന്നു. ജീവിത സാഹചര്യമാവും അവളെ അങ്ങനെയാക്കിയത്. പിന്നെ ഞാനും അതിനൊരു കാരണമാണല്ലോ. പപ്പാ, കണ്ണന്റെ വിളിയാണ് ആരവിന് സ്ഥലകാല ബോധം ഉണ്ടാക്കിയത്. ആ കണ്ണ, വാ മോനെ. ആരവ് കണ്ണനെ പിടിച്ച് തന്റെ മടിയിലെത്തി. അതെ പപ്പ, അപ്പൂഷ എന്നോട് പറയുവാ ഞാൻ അപ്പൂഷിനെ തേത്തി എന്നെ വിച്ചന എന്നെ. ആഹാ, അവൾ അങ്ങനെ പറഞ്ഞോ? കുറുമ്പി, മോൻ വിഷമിക്കണം കേട്ടോ. മോൻ വാവാച്ചിയെ അപ്പൂസ് എന്ന് തന്നെ വിളിച്ചാൽ മതി. ആരവ് അതും പറഞ്ഞ് അദ്രിതിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ 3 വയസ്സുകാരൻ, തന്റെ മകൻ, ഇത്ര കുഞ്ഞായിട്ടും ഒരു വാശിയും ഇവനിൽ കാണുന്നില്ലല്ലോ. ഇവനേക്കാൾ കുറച്ചു നിമിഷങ്ങൾക്ക് മുൻപാണ് അപ്പു ജനിച്ചതെങ്കിലും വിജിത പറഞ്ഞറിഞ്ഞതാണ് അവൾക്ക് അവന്റെ അത്ര പക്വതയേയില്ല. ജാൻവിയല്ലേ എൻ്റെ മോനെ വളർത്തിയത്. അതാണ് അവൻ ഇത്ര നല്ല സ്വഭാവമായത്. ജാൻവി എന്ന അമ്മയോട് വല്ലാത്ത ബഹുമാനം തോന്നുന്നു. താൻ കൂടെയില്ലാതെയും അവൾ കണ്ണനെ ആരുടെ മുൻപിലും കൈനീട്ടാതെ വളർത്തിയില്ലേ. കണ്ണ, അപ്പൂസും അമ്മയെ എന്തിയേ? അപ്പൂസ് അമ്മയുടെ കൂജ അവിജ ഉണ്ട്. അർജുൻ അടുക്കള ഭാഗം ചൂണ്ടിക്കാട്ടി ആരവനോട് പറഞ്ഞു. ആണോ? എന്നാലേ നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ. ആരവ് കണ്ണനെയും എടുത്ത് അടുക്കള വാതിൽക്കൽ പോയി നിന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അമ്മയും മോളും കൂടി ഭയങ്കര പണിയിലാണ്. ജാൻവി ചപ്പാത്തി പരത്തുന്നു. അപ്പൂസാണെങ്കിൽ ആ കുഴച്ചു വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവെടുത്ത് പിച്ചി പറിച്ചു കളിക്കുന്നു. അവൾ ഓരോ തവണയും മാവെടുക്കാൻ പോകുമ്പോൾ അങ്ങനെ ചെയ്യല്ലേ വാവാച്ചി എന്നും പറഞ്ഞ് ജാൻവി അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങും. ജാൻവിയുടെ കണ്ണ് തെറ്റുമ്പോൾ വാവാച്ചി പിന്നെയും അത് തന്നെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ വിളിച്ച് കുഞ്ഞിപ്പെണ്ണ് ജാൻവിയുടെ മുഖത്ത് പിടിക്കുന്നുണ്ട്. മുഖത്ത് വെറുതെ പിടിക്കുകയൊന്നുമല്ല, ചപ്പാത്തി പരത്താനായി ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന പൊടിയിലിടയ്ക്ക് കൈയിട്ട് തട്ടും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവളുടെ അമ്മയുടെ മുഖത്ത് പോയി പിടിക്കും. ആദ്യമൊന്നും ജാൻവിക്ക് മനസ്സിലായില്ല. എങ്കിലും തുടരെ തുടരെയുള്ള അവളുടെ കാട്ടായം കണ്ടപ്പോൾ ജാൻവിക്ക് മനസ്സിലായി അപ്പൂസ് അവൾക്ക് മേക്കപ്പ് ഇടുകയാണെന്ന്. ജാൻവി അപ്പൂസിന്റെ അടുത്തിരിക്കുന്ന പൊടിയടങ്ങിയ പാത്രം അവിടെ നിന്നെടുത്ത് മാറ്റിവെച്ചു. അപ്പൂസ് ജാൻവിയെ കണ്ണുരുട്ടി ചുണ്ടു കൂർപ്പിച്ച് കാണിച്ചു. അത് കണ്ടപ്പോൾ ജാൻവിക്ക് തന്റെ പഴയ ചെയ്തികൾ ഓർമ്മ വന്നു. ജാൻവി അപ്പൂസിനെ ചേർത്ത് പിടിച്ച് കൂർപ്പിച്ചു വെച്ച ആ കുഞ്ഞിച്ചുണ്ടിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു. അമ്മയുടെയും മോളുടെയും ഈ കളിയൊക്കെ കണ്ട് ചിരിയടക്കി നിൽക്കുകയായിരുന്നു ആരവ്. പക്ഷെ ഒന്നും മനസ്സിലായില്ല എങ്കിലും കണ്ണനും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ തിരിഞ്ഞു നിന്ന് ജാൻവിയും വാവാച്ചിയും അവരെ കണ്ടില്ല. ആരവിന്റെ തോളിൽ തട്ടി സിദ്ധു വിളിച്ചു. താൻ രസിച്ച് കണ്ടോണ്ട് എന്ന കാഴ്ചയിൽ തടസ്സം സൃഷ്ടിച്ച ഈർഷ്യയിൽ ആരവ് ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. എന്താടാ നിനക്ക്? ആരവ് ദേഷ്യത്തോടെ ശബ്ദം താഴ്ത്തി ചോദിച്ചു.